ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോട്ടക്കലിലേക്കാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഏട്ടൻ കുറച്ച് ക്യാഷ് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇഷ്ടമുള്ളത് എന്തെങ്കിലും പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു ഏട്ടൻ്റെ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചതാണ് ഒരു ഡയമണ്ടിൻ്റെ റിംഗ് എടുക്കാം എന്നുള്ളത്. പക്ഷേ ആ ഒരു ബർത്ത്ഡേൻ്റെ ടൈമിൽ വേറെ കുറച്ച് സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഡയമണ്ട്സ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കലില്ല. ഞാൻ ആദ്യം പോലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാട്ടോ. എനിക്ക് അവിടുത്തെ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റിങ്ങിൻ്റെ ഒരു പ്രാന്തിയാണ്. എനിക്ക് റിംഗ് ഇടാനും വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ എമൗണ്ട് ആകുമ്പോൾ ആദ്യം പോയി വാങ്ങിക്കൽ റിംഗ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഡയമണ്ട് റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിലിടാൻ വേണ്ടിയിട്ട്. ഏട്ടൻ എപ്പോഴും പറയും ഗോൾഡ് വാങ്ങണതാ ലാഭം എന്ന്. പക്ഷേ എനിക്കെന്തോ ഡയമണ്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അധികം നേരം തിരഞ്ഞിട്ട് ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ടായി. കാര്യം ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണെങ്കിലും നമ്മുടെ ബജറ്റിന് പറ്റിയ ഒരു ഐറ്റം കിട്ടണ്ടേ. ഇതൊക്കെ ഇവിടുത്തെ താലി കളക്ഷൻ ആട്ടോ. ഇതൊന്നല്ല, ഇനിയും കുറേ ഉണ്ട്. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നല്ലേ നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ മതി. ഇതിനെ പറ്റിയിട്ടും ഫാമിലിനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയാണ് ചോദിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ, ഈ ഒരു ഷോർട്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതിനുള്ള ആൻസേഴ്സ് ആയിട്ട് ഒരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ഈ ഒരു ഷോർട്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് റിപ്ലൈ ആയിട്ട് ഒരു Q&A വീഡിയോ ചെയ്യേ. അങ്ങനെ നമ്മൾ റിങ്ങിൻ്റെ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന ജ്വല്ലറി പോയാൽ ഇതൊക്കെ എല്ലതും നോക്കി കാണലൊരു പതിവാണല്ലോ. ഡയമണ്ടിൻ്റെ നെക്ലേസും ചെയിൻസും നോസ്പിന്നും ഇയറിങ്സും ഒക്കെ നോക്കിയിട്ടുണ്ടായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരു ഡയമണ്ടിൻ്റെ നെക്ലേസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതായാലും ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരുടെ നോസ്പിന്നിലുള്ള കളക്ഷൻ ആട്ടോ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ വിരലാട്ടോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിരലിൻ്റെ വണ്ണം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു സൈസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഒരു റിംഗാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 17,000 ഉള്ളിലാട്ടോ ഈ ഒരു റിങ്ങിനായത്. എനിക്കാണെങ്കിൽ ഈ ഒരു റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സൈസ് കൊണ്ടും ഓക്കെ. അപ്പോൾ പിന്നെ അതന്നെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ചേട്ടനാട്ടോ നമുക്ക് റിംഗ് എടുത്തരാനും വീഡിയോ എടുത്തരാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ അവരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായി.